നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെയും അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ഉണ്ടാക്കിയ ഞെട്ടലുകളുടെ തുടർച്ചയായി ഇന്ന് വലിയ ട്വിസ്റ്റുകളുടെ ദിവസമാണ്. അതിൽ ആദ്യത്തെ ട്വിസ്റ്റ് തളിപ്പറമ്പിൽ നിന്ന് വരുന്നതാണ്. അത് CPMനെ സംബന്ധിച്ച് കേരളം ആകെ ചർച്ച ചെയ്യപ്പെടാൻ ഇടയുള്ള ഒരു ട്വിസ്റ്റാണ്. അതിൻ്റെ തുടർച്ചയായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ച്, മൂന്ന് മുന്നണികളെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില ട്വിസ്റ്റുകൾ, ചില ഞെട്ടിക്കലുകൾ ഒക്കെയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ കേരളം എന്താണ് ചർച്ച ചെയ്തത് എന്നത് സംബന്ധിച്ച ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് തളിപ്പറമ്പിൽ നിന്ന് തുടങ്ങാം. തളിപ്പറമ്പിൽ ഇന്നലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തൊട്ടടുത്ത മണിക്കൂറിലാണ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം പറഞ്ഞൊരു കാര്യമാണ്, തളിപ്പറമ്പിൽ PK ശ്യാമള ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ മുൻകാലത്താണെങ്കിൽ വലിയ വിവാദത്തിന് ഇടയാക്കുന്നതായിരുന്നു. അത് അധികം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ ആശ്വാസം കൊള്ളുന്നതിന് മുമ്പ് തളിപ്പറമ്പിൽ നിന്നൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മുതിർന്ന നേതാവ് TK ഗോവിന്ദൻ്റെ പരസ്യമായ പൊട്ടിത്തെറിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം തളിപ്പറമ്പിൽ നിന്ന് ഈ കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഒക്കെ പറഞ്ഞ കാര്യം പാർട്ടി ഒരു തരത്തിലും അംഗീകരിക്കാതെ ഒറ്റ പേരുമായി തളിപ്പറമ്പിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി PK ശ്യാമള എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒരു പ്രധാന കാര്യം, വനിതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ആ മണ്ഡലം ആദ്യം, അതിനുശേഷം ഒറ്റ പേരായി അങ്ങോട്ട് പോകുന്നു, അത് PK ശ്യാമളയിൽ വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം. മാത്രമല്ല, ഇതിൽ അദ്ദേഹത്തിനുള്ള പ്രതിഷേധം പാർട്ടിയുടെ തളിപ്പറമ്പിൽ ഉണ്ടാകുന്ന വലിയ അനുരണനത്തിനപ്പുറത്ത് അത് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് ഇടവയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് PK ശ്യാമള CPMൻ്റെ മുതിർന്ന നേതാക്കളുടെ ഒപ്പം തന്നെ അണിനിരത്താവുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. മഹിളാ അസോസിയേഷൻ്റെ നേതാവാണ്. ഒപ്പം മത്സരിക്കാൻ യോഗ്യതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ആളുമാണ്. പക്ഷേ ഒരു പ്രധാന കാര്യം, അതിനൊപ്പം തലയെടുപ്പുള്ള നേതാക്കൾ അവിടെ ഇരിക്കെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒഴിയുന്ന മണ്ഡലത്തിൽ തന്നെ വരുമ്പോൾ അത് ഒരു കുടുംബപരമായ കൈമാറ്റത്തിൽ എന്നുള്ള ആഖ്യാനത്തിലേക്ക് മാറും എന്ന് സാമാന്യമായി പാർട്ടിക്ക് ആലോചിക്കാവുന്നതായിരുന്നു. പ്രത്യേകിച്ചും എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരണം, ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ അലോസരമില്ലാതെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ അലോസരം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തോട് പ്രതികരിക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. അതിന് ഇപ്പോൾ നോർമലി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾക്കപ്പുറത്ത് പാർട്ടിയുടെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രംഗത്തെത്തി എന്നുള്ളത് സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാവിയെ പോലും ബാധിക്കുന്ന കാര്യം കൂടിയായി മാറും. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന മട്ടിൽ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അതിനപ്പുറത്ത് സ്ത്രീ എന്ന നിലയിൽ ഒരു വനിത നേതൃത്വത്തിലേക്ക് വരുമ്പം അവരുടെ ഐഡൻറ്റിറ്റി അല്ലേ പരിഗണിക്കേണ്ടത്, അവരുടെ ഭർത്താവിനെയല്ലോ, തിരിച്ച് നമ്മൾ പറയാറില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. എങ്കിൽ പോലും ഇത് പാർട്ടിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം ഇങ്ങനെ ഒരു ആഖ്യാനത്തിനുള്ള അവസരം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം വ്യാപകമായി ഉയർത്തപ്പെടും. അതാണ് ഇന്നത്തെ ചർച്ചയുടെ ഒന്നാമത്തെ കാര്യം. ഇനി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, പാർട്ടിയും ഒക്കെ അതിൽ വിശദീകരണം നൽകേണ്ടി വരും. അസാധാരണമായ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വിശകലനത്തിന് സമയം പാഴാക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാര്യം. ഒരുപക്ഷെ തളിപ്പറമ്പിൽ പാർട്ടിയുടെ ആധിപത്യവും പാർട്ടിയുടെ വിശ്വാസ്യതയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ PK ശ്യാമള അവിടെ തോൽക്കാനുള്ള യാതൊരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല എന്ന് വിലയിരുത്തിയാൽ പോലും സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാക്കി എന്നുള്ളതാണ് വിമർശകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തുടർച്ചയായി സംസ്ഥാന നേതൃത്വവും പാർട്ടിയും ഒപ്പം സംസ്ഥാനത്താകെയുള്ള പാർട്ടിയുടെ അണികളും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകളും കൂടുതൽ ചിന്തയ്ക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ആക്കി മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള മൊത്തമായ ഒരു പക്ഷേ എതിരാളികളുടെ പ്രചരണത്തിന് ഇടയാക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് പാർട്ടി പരിശോധിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിനു മുമ്പിൽ ഒരു കാര്യം. മാത്രമല്ല, എതിരാളികളെക്കുറിച്ച് CPM നിരന്തരമായി പറയുന്ന കാര്യം കുടുംബപരമായി സ്ഥാനങ്ങൾ ഇങ്ങനെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അച്ഛൻ മരിക്കുമ്പോൾ മകൻ, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ എന്നൊക്കെയുള്ള പ്രചരണം അവർ സാധാരണ നടത്തുന്നതാണ്. അത്തരം പ്രചരണം അണികളിൽ, CPMൻ്റെ അണികൾ ഒരു മൂല്യമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. ആ മൂല്യം അവരുടെ തന്നെ ക്യാമ്പിൽ ലംഘിക്കപ്പെടുന്നു എന്നുള്ള ചർച്ചകളിൽ അവർ നിരായുധരായി പോകും എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട്. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് TK ഗോവിന്ദൻ പാർട്ടി വിട്ടു എന്ന പ്രഖ്യാപനമുണ്ട്. സ്വതന്ത്രനായി
മത്സരിക്കാനുള്ള സാധ്യതകൾ അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അവിടെ UDF ഇനി ഒരു പിന്തുണ കൂടി അദ്ദേഹത്തിന് കൊടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തളിപ്പറമ്പ് അങ്ങനെയാണെങ്കിൽ ക്രൂഷ്യലായ ഒരു മണ്ഡലമായി മാറും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് തൊട്ടപ്പുറത്തുള്ള പയ്യന്നൂരിലാണ്. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും എന്നാണ് ഒടുവിൽ വരുന്ന വാർത്ത. അദ്ദേഹം ഇന്ന് അതിനെ സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിൽ UDFിൻ്റെ പിന്തുണ അവിടെയും അദ്ദേഹത്തിന് നൽകും എന്ന് ഏകദേശം ധാരണയായിട്ടുണ്ടെങ്കിൽ, കാരണം RSP ആണ് അവിടെ മത്സരിക്കുന്നത്. RSPക്ക് പയ്യന്നൂർ ഒരു ബസ്സിൽ കൊള്ളാനുള്ള ആളില്ല എന്ന് പണ്ട് മുകേഷ് പറഞ്ഞ കഥ പോലെയാണ്. RSPക്ക് പയ്യന്നൂർ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാനുള്ള പ്രയത്നം എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ പോലെ ഒരാളെ കിട്ടിയാൽ സ്വാഭാവികമായി RSPക്ക് ഒരു ഗംഭീര സ്ഥാനാർത്ഥി, ഇതിനപ്പുറം ഒരു സ്ഥാനാർത്ഥി RSPക്ക് ഷിബു ബേബി ജോൺ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് RSP അവിടെ കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് RSP സ്വതന്ത്രൻ എന്ന മട്ടിൽ അദ്ദേഹത്തിനെ അവിടെ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. മൂന്നാമത്തെ കാര്യം ജി സുധാകരനാണ്. വലിയ വെല്ലുവിളിയൊക്കെയായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. UDF പിന്തുണക്കും എന്ന് ഉറപ്പായി അദ്ദേഹമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അമ്പലപ്പുഴയിൽ ഉണ്ടാകും. ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ഇന്ന് നടത്തിയ ചില പ്രകടനങ്ങളാണ്. ഒന്നാമത്തേത്, രാവിലെ അദ്ദേഹം ആര് കാണാണ്ട് വെള്ളാപ്പള്ളി നടേശനെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് വെള്ളാപ്പള്ളിയുടെ വോട്ട് അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിലൂടെ, സാധാരണ UDF സ്ഥാനാർത്ഥികൾ പല രാഷ്ട്രീയക്കാരും ചെയ്യുന്ന കാര്യമാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പം ഇങ്ങനെയുള്ള സമുദായ നേതാക്കളുടെ അടുത്ത് പോകുക എന്നുള്ളത്. എല്ലാ കാലത്തും പോകുന്നതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി പോവുക എന്നുള്ളതാണ്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പോലും കേരളത്തിൽ CPM നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയത പറയുന്ന ആളുകളുമായി കൈകോർക്കുന്നതിനെക്കുറിച്ച് വാചാലനായ രോഷം കൊണ്ട ജി സുധാകരനാണ്. വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇന്ന് നേരെ വെള്ളാപ്പള്ളി എടുത്തു പോയി അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നേരെ ആലപ്പുഴ ബിഷപ്പിനെ കാണാൻ പോയി. അതും കഴിഞ്ഞ് നേരെ NSS സുകുമാരൻ നായരെ കാണാൻ പോകും എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ. ഇതൊക്കെ ചെയ്ത് സുകുമാരൻ നായരുടെ കൂടി അനുഗ്രഹം വാങ്ങിച്ച് സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റായി വിപ്ലവത്തിനൊരുങ്ങി ജി സുധാകരൻ അങ്ങനെ അമ്പലപ്പുഴയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മാറുകയാണ്. ഇനി ജി സുധാകരൻ UDFിലേക്ക് പോകുമ്പോൾ നമുക്ക് TK ഗോവിന്ദനും ഒപ്പം വി കുഞ്ഞികൃഷ്ണനും ഒക്കെ ഉണ്ടായതുപോലെ ഇപ്പുറത്ത് ജി സുധാകരൻ അങ്ങോട്ട് പോകുമ്പം ഈ കോൺഗ്രസിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്ന കാഴ്ച ആലപ്പുഴയിലുണ്ട്. അത് MJ ജോബാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ MJ ജോബ് ആലപ്പുഴയിൽ നിന്നും രാജിവെച്ച് BJP മെമ്പർഷിപ്പ് വന്ന് അങ്ങോട്ട് പോകുമെന്നാണ് മൂപ്പര് പറയുന്നത്. ജി സുധാകരൻ്റെ വരവിൽ പ്രതിഷേധിച്ച് അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. ഈ സാഹചര്യം BJP നിരീക്ഷിച്ചു വരികയാണ്. അദ്ദേഹത്തിന് എന്ത് സ്ഥാനമാണ് BJP കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് BJPയിൽ CC മുകുന്ദൻ എന്ന് പറയുന്ന നാട്ടികയിലെ MLA ആയിരുന്ന CPIയുടെ വിപ്ലവകാരി CC മുകുന്ദൻ അവിടുന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതുകൊണ്ട് വിട്ടുപോയിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ പോയപ്പോൾ കോൺഗ്രസ്സുകാർ പരിഗണിച്ചില്ല എന്നുള്ള വാർത്തയാണ് ഒടുവിൽ വന്നത്. അദ്ദേഹം ഒടുക്കം BJPയിൽ ചേർന്നു. BJPയിൽ ചേരാനുള്ള കാരണം അദ്ദേഹം പറയുന്നത്, കോൺഗ്രസ്സുകാർ കൈ ചിഹ്നത്തിൽ മത്സരിക്കണം എന്നോട് കർശനമായി പറഞ്ഞു. ഞാൻ അങ്ങനെ കോൺഗ്രസിൻ്റെ കൈ ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല, ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് BJPയിൽ ചേരുന്നത്. അപ്പോൾ BJPയിൽ താമര ചിഹ്നത്തിലല്ലേ മത്സരിക്കുക, അല്ല അത് കുഴപ്പമില്ല, അത് ഞാൻ തയ്യാറാണ് എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്ന രസകരമായ ഒരു കാഴ്ച കൂടി ഇന്ന് കണ്ടു. ഞാൻ ശരിയാണെങ്കിൽ നിങ്ങൾ ഈ ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ചോദിച്ചു. നമുക്ക് ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല, അതും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ മടങ്ങി പോകുന്നു. അല്ലാതെ വേറെ കൊണ്ട് പറ്റിക്കലൊന്നുമില്ല. നാട്ടിൽ BJP ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചില്ല, അതുകൊണ്ടല്ലേ ഇവിടെ എത്തിച്ചേർന്നത്. അണികളെ MV ഗോവിന്ദ മാഷ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് കുഴപ്പത്തിലാക്കുമ്പോൾ തന്നെ അപ്പുറത്തും വലിയ തോതിലുള്ള ബന്ധുത്വത്തിൻ്റെ തുടർച്ച ഉണ്ട്. ഇപ്പോൾ UDFിൽ K മുരളീധരൻ മത്സരിക്കുന്നു, അപ്പുറത്ത് പത്മജ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. BJP ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക 47 പേരുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ പത്മജ തൃശ്ശൂരിൽ തലയുയർത്തി നിൽക്കുന്നു. അങ്ങനെ സഹോദരനും സഹോദരിയും മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറുന്ന അസാധാരണ സാഹചര്യം ഉണ്ട്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റെന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതിനോടൊപ്പം മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകൻ അവിടെയുണ്ട്, AK ആൻ്റണിയുടെ മകൻ. അദ്ദേഹം മത്സരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. BJPയുടെ പട്ടികയിലെ പ്രധാനപ്പെട്ട പേര് രാജീവ് ചന്ദ്രശേഖർ നേമം, V മുരളീധരൻ കഴക്കൂട്ടം, PK കൃഷ്ണദാസ്, ഒപ്പം ശോഭ സുരേന്ദ്രൻ പാലക്കാട്, PC ജോർജ് പൂഞ്ഞാറ്, ഇങ്ങനെ മേജർ രവി. സിനിമാക്കാരില്ല, നമ്മൾ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു, സിനിമാക്കാരിതാ വന്നു. ആദ്യത്തെ സിനിമാക്കാരൻ മേജർ രവി, ഒറ്റപ്പാലം സംവിധായകൻ. ഇനി രമേശ് പിഷാരടി കൂടി പാലക്കാട് വന്നാൽ മതി. പാലക്കാട് ശോഭ സുരേന്ദ്രൻ്റെ വരവ് വലിയ ക്രൂഷ്യലാണ്. അത് LDFിൻ്റെ സ്ഥാനാർത്ഥി കൂടി വരുന്നതോടുകൂടി, ഒപ്പം രമേശ് പിഷാരടി കൂടി വരുന്നതോടുകൂടി പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ ഉണ്ടായിരുന്ന മേൽക്കൈ എങ്ങനെ രമേശ് പിഷാരടിക്ക് ഒരു പൊളിറ്റിക്കൽ വോട്ട് ആകർഷിക്കാൻ കഴിയുന്നുള്ള ആശങ്ക അവിടെ വലിയ തോതിൽ പരക്കാനും സാധ്യതയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രധാനം കേന്ദ്രമന്ത്രി മത്സരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുന്നു. അതൊരു പക്ഷേ അസാധാരണമായ സംഭവമാണ്. ജോർജ് കുര്യൻ അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുകയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പലവിധ സംഭവ വികാസങ്ങളുടെ തുടർച്ചയാണ് ഇന്നത്തെ ഈ രണ്ടാം ദിവസം
ദിവസത്തെ സാഹചര്യം. ഇനി അടുത്ത ദിവസം നാളെ അതിലും വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. UDF കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അതിൽ കുറേ CPM കാരുണ്ട്, അതൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതൊക്കെ വരട്ടെ. അതുകൊണ്ട് വരാത്തൊരു സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് നമ്മളിപ്പം പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അതിൽ നാളെ സുധാകരൻ നാളെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി വലിയ ചർച്ചയ്ക്ക് ഒപ്പുകൂട്ടുകയാണ്. സുധാകരൻ ഇല്ലാത്ത സ്ഥാനാർത്ഥി പട്ടിക എന്ത് സ്ഫോടനമാണ് ഉണ്ടാക്കുക എന്ന് നമുക്കറിയില്ല. അതിനായി കാത്തിരിക്കും മുമ്പ് രാഹുൽ ഗാന്ധിയും സുധാകരനുമായുള്ള ചർച്ചയുടെ ഫലം കൂടി നമ്മൾ അറിഞ്ഞിട്ട് അങ്ങനെ വലിയ സ്ഫോടനത്തിന് കാത്തിരുന്നാൽ മതി. അത് സബൂറാക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇന്നത്തെ പൊട്ടിത്തെറിയിൽ നിന്ന് നാളത്തെ പൊട്ടിത്തെറി ഏത് മട്ടിലേക്ക് വ്യാപിക്കും എന്നുള്ളത് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.